അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യൂസുഫിൻ്റെ സഹോദരങ്ങൾ 10 പേർ മിസ്ർ ദേശത്ത് നിന്ന് കനാൻ ദേശത്തിലേക്ക് അവരുടെ ഭക്ഷ്യ സാധനങ്ങളുമായി മടങ്ങി വന്ന് ഉപ്പയെ കണ്ട മാത്രയിൽ, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ട മാത്രയിൽ സംസാരിച്ച വിഷയമാണ് പറഞ്ഞത്. സഹോദരങ്ങൾ മടങ്ങി വന്നു, അല്ലെങ്കിൽ മക്കൾ മടങ്ങി വന്നു, അപ്പാനെ കണ്ട് മുട്ടിയ ഉടനെ അവർ പറഞ്ഞതാണ്, എന്താ നമ്മൾ പറഞ്ഞത്? ഫലമ്മ റജഉ ഇലാ അബീഹിം ഖാലു യാ അബാന മുനിഅ മിന്നൽ കൈൽ ഫഅർസിൽ മഅനാ അഖാനാ നക്തൽ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. വാപ്പ, ഞങ്ങളെ തൊട്ട് കെയിൽ തടയപ്പെട്ടിരിക്കുന്നു. കെയിൽ എന്ന് പറഞ്ഞാൽ അളക്കപ്പെടുന്നത്. നമ്മളതിൽ അവിടെ ചില വിഷയങ്ങൾ പറയാനുള്ളതാണ്. മുനിഅ മിന്നൽ കെയിൽ, അൽ കെയിൽ ഞങ്ങളെ തൊട്ട് തടയപ്പെട്ടിരിക്കുന്നു എന്നാണ്. അൽ കെയിൽ എന്ന് പറഞ്ഞെങ്കിൽ അളക്കപ്പെടുന്നതാണ്. മക്കീൽ, അളന്നെടുക്കപ്പെടുന്നത്. ഇവിടെ എന്താ അളന്നെടുക്കപ്പെടുന്നത്? ഇവിടെ എന്താ? ഭക്ഷ്യവസ്തുക്കൾ മക്കീൽ. ഇപ്പം ഹൽക്ക് എന്ന് പറയും. ഹൽക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സൃഷ്ടിയാണ്. മഖ്ലൂക്ക്, സൃഷ്ടിക്കപ്പെട്ടതാണ് ഹൽക്ക്. സൃഷ്ടിക്കുക എന്ന അർത്ഥത്തിന് ഹൽക്ക് എന്ന് പറയും, സൃഷ്ടിക്കപ്പെട്ടത് എന്ന അർത്ഥത്തിന് ഹൽക്ക് എന്ന് പറയും. അതേപോലെ കൈൽ എന്ന് പറഞ്ഞാൽ അളക്കുക എന്ന അർത്ഥത്തിന് പറയും മസ്ദർ. അളന്നെടുക്കപ്പെടുന്നതിനും എന്തെന്ന് പറയും? കൈൽ എന്ന് പറയും. അതാണ് ഇവിടെ ഉദ്ദേശം. മഖീൽ. യാ അബാന മുനിഅ മിന്നൽ കൈൽ, ഞങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ, അതാണ് കെയിൽ എന്ന് പറഞ്ഞാൽ അളന്നെടുക്കപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കളാണ്, അത് തടയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഫാർസിൽ മാന അഖാന, ഞങ്ങളുടെ സഹോദരൻ ബിനിയാമീനെ ഞങ്ങളുടെ കൂടെ അയച്ചു തരണം എന്ന് പറയണം. നെക്തൽ, എന്താ നെക്തൽ? ഞങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ അളന്ന് വാങ്ങാൻ പറ്റും. അവിടെ പ്രസിദ്ധമായ മറ്റൊരു ഖിറാഅത്ത് യക്തൽ എന്നാണ്. യക്തൽ, എന്താ നെക്തലും യക്തലും തമ്മിൽ വ്യത്യാസം? നെക്തൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അളന്ന് വാങ്ങാം, അളന്നെടുക്കാം, കൊണ്ടുവരാമെന്നാണ്. യക്തൽ എന്ന് പറഞ്ഞാൽ അവൻ കൂടെ വരികയാണെങ്കിൽ അവന് അളന്ന് വാങ്ങാം, അളന്നെടുക്കാം, ഭക്ഷ്യ സാധനങ്ങൾ വാങ്ങാം എന്ന അർത്ഥത്തിൽ. അവിടെ വ ഇന്ന ലഹു ലഹാഫിദൂൻ, വ ഇന്ന തീർച്ചയായും ഞങ്ങൾ ലഹു അവനെ ലഹാഫിദൂൻ സംരക്ഷിക്കുന്നവരാകുന്നു എന്ന് പറഞ്ഞു. അത് അള്ളാഹു അവരെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അതെന്തുകൊണ്ട്? അതവർ പറഞ്ഞപ്പോഴാണ് പണ്ടത്തെ ഈ പറച്ചിൽ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഓർക്കാനായത്. പണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ അർസിൽഹു മഅനാ ഗദൻ യർതഅ വയൽഅബ്, യൂസുഫിനെ കിണറ്റിലേക്ക് എറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു പറ്റിച്ച് കൊണ്ടുപോയല്ലോ. അപ്പോൾ വാപ്പാനോട് പറഞ്ഞ എന്താണ്? ഞങ്ങളെ നാളെ ഞങ്ങളുടെ കൂടെ യൂസുഫിനെ പറഞ്ഞേക്കണം. യർതഅ വയൽഅബ്, യൂസുഫ് കളിക്കട്ടെ, വിനോദിക്കട്ടെ. വ ഇന്നാ ലഹു ലഹാഫിദൂൻ, തീർച്ചയായും ഞങ്ങൾ യൂസുഫിനെ സംരക്ഷിക്കുന്നവരാണ്. ജുംല ഇസ്മിയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യൂസുഫിനെ ഇങ്ങനെ കണ്ണിലുണ്ണിയായിട്ട് കൊണ്ടുനടക്കും എന്നാണ്. കണ്ണിലുണ്ണിയായിട്ട് കാത്തു കൊണ്ടുനടക്കും എന്നാണ് അവർ പറഞ്ഞത്. ആ വാക്ക് കേട്ടിട്ടാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫിനെ അവരുടെ കൂടെ വിട്ടയച്ചത്. അവർ യൂസുഫിൻ്റെ ഉടുപ്പൂടി ഊരി മാറ്റിയിട്ട് അദ്ദേഹത്തെ കിണറ്റിലേക്ക് എറിയുകയുണ്ടായത്. തയ്യും അതേ വർത്താനം അവർ ഇവിടെയും പറയുന്നത്. ബിനിയാമീനെ വിട്ടു തരണം. വ ഇന്നാ ലഹു ലഹാഫിദൂൻ, തീർച്ചയായും ഞങ്ങൾ ബിനിയാമീനെ ഞങ്ങളുടെ യാത്രയിൽ, ഞങ്ങൾ മിസ്റിലെത്തിയാൽ അവിടെ, പിന്നെ ഞങ്ങളുടെ മടക്ക യാത്രയിൽ ഒക്കെ സംരക്ഷിക്കും. അതേപോലെ തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ഞങ്ങൾ യാത്രയിൽ അദ്ദേഹത്തെ സംരക്ഷിക്കും. ബിനിയാമീനെ, ഇവിടെ ബിനിയാമീനാണ്. ബിനിയാമീനെ ഞങ്ങൾ യാത്രയിൽ നടത്തുമ്പോൾ സംരക്ഷിക്കും. ഇനി യാത്രയിൽ ഞങ്ങൾ എവിടെയെങ്കിലും വിശ്രമിക്കുകയാണെങ്കിൽ അവിടെ സംരക്ഷിക്കും. എല്ലാം നിലക്കും. അപകടങ്ങൾ എന്നൊക്കെ യൂസുഫിനെ ഞങ്ങൾ ബിനിയാമീനെ ഞങ്ങൾ കാത്ത് സംരക്ഷിക്കും എന്നാണ് അവർ പറയുന്നത്. വ ഇന്നാ ലഹു ലഹാഫിദൂൻ, അവിടെ പറഞ്ഞ അതേ പ്രയോഗമാണ് ഇവിടെ. വ ഇന്നാ ലഹു ലഹാഫിദൂൻ. സൂറത്ത് യൂസുഫിൽ ഇങ്ങനെ കുറേ പ്രയോഗങ്ങളുണ്ട്, ഒരേപോലെ ആവർത്തിച്ച് വന്ന പ്രയോഗങ്ങൾ. ചിലതൊക്കെ നമ്മളിവിടെ പറഞ്ഞു മുമ്പ്. ഏതായാലും അതാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് എന്ത് ചെയ്തത്, അവിടെ ഈ വർത്താനം പറയാൻ പ്രേരകമായ ഒരു കാര്യം അവരുടെ ആ പ്രയോഗം വ ഇന്നാ ലഹു ലഹാഫിദൂൻ. പണ്ട് യൂസുഫിൻ്റെ വിഷയത്തിൽ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഇവർ പ്രയോഗിച്ച ഇതാണ്. അതേ പ്രയോഗമാണ് ബിനിയാമീൻ അയച്ചു തരണം എന്ന് പറഞ്ഞിട്ട് അവർ പ്രയോഗിക്കുന്നത്. അപ്പോൾ ഖാല യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹൽ ആമുനുക്കും അലൈഹി
ഇല്ലാ കമാ അമിൻതുകും അലാ അഖീഹി മിൻ ഖബ്ൽ ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റഹീമീൻ. എന്താ ഹൽ ആമുനുക്കും, എന്താ ഞാൻ നിങ്ങളെ വിശ്വസിക്കുകയോ, പറയാം, അലൈഹി, അലൈഹി എന്ന് പറഞ്ഞാൽ അല അഖീക്കും, അല അഖീക്കും നിങ്ങളുടെ സഹോദരൻ്റെ മേൽ, അലൈഹി എന്ന് പറഞ്ഞാൽ അല ബിനിയാമീൻ, ബിനിയാമീൻ്റെ വിഷയത്തിൽ. ഇവിടെ ഹൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണോ അല്ലെങ്കിൽ വിശ്വസിക്കാമോ എന്നുള്ള ചോദ്യം ഇൻകാറിനാണ്, നിരാകരിക്കാനാണ്. ഇവിടെ ഹൽ ആമുനുക്കും അലൈഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ല എന്ന അർത്ഥത്തിലാണ്, നിരാകരിക്കാനാണ്. ലാ ആമുനുക്കും അലൈഹി, യൂസുഫ് ബിനിയാമീൻ്റെ വിഷയത്തിൽ ഞാൻ നിങ്ങളെ വിശ്വസിക്കൂല. ഇല്ല കമാ അമിൻതുക്കും അലാ അഖീഹി മിൻ ഖബ്ൽ, ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ബിനിയാമീൻ്റെ സഹോദരൻ്റെ വിഷയത്തിൽ ഞാൻ നിങ്ങളെ വിശ്വസിച്ചതുപോലെയല്ലാതെ. അവിടെ അലാ അഖീഹി എന്ന് പറഞ്ഞാൽ അഹ് യൂസുഫ്. ഇതിനു മുമ്പ് ബിനിയാമീൻ്റെ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ പേരിൽ നിങ്ങളെ ഞാൻ വിശ്വസിച്ചതുപോലെയല്ലാതെ ഹൽ ആമുനുക്കും അലൈഹി എന്ന് പറഞ്ഞാൽ ലാ ആമുനുക്കും അലൈഹി, നിങ്ങളെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് അദ്ദേഹം മുറിച്ചു പറഞ്ഞു, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. ഇവിടെ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആർക്ക്? ഈ സഹോദരങ്ങൾക്ക്. അത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് തുടങ്ങി. പിന്നെ ഇനി നിങ്ങൾക്ക് ഭക്ഷണം തരണം എന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങൾ എന്നോട് അടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ സഹോദരനെ കൊണ്ടുവരണം എന്ന് കട്ടായം പറയുന്നത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ആ ടെൻഷനൊന്ന് ആലോചിച്ച് നോക്കാണി. എങ്ങനെയാണ് ഇപ്പം നമ്മൾ വാപ്പാനോട് പറഞ്ഞിട്ട് ബിനിയാമീനെ കൊണ്ടുവരിക? ആ മിസ്റിൽ നിന്ന് പിന്നെ അവർ ഇത് കേട്ട് പിന്നെ ആ വഴിയിലുടനീളം മടക്കത്തിലുടനീളം അവർക്ക് വിഷയം എന്താണ്? ബിനിയാമീനെ കൊണ്ടുവരുന്ന വിഷയം അല്ലേ? അതുകൊണ്ടാണ് എത്തിയ ഉടനെ വാപ്പാനോട് പറയുന്നത്, വാപ്പ മുനിയാമിൻ അൽ കെയിൽ ഫാർസിൽ മാന അഖാന. അല്ലാതെ ഈ കെയിൽ തടയപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് വേറെന്തെങ്കിലും ഒരു പോംവഴി അന്വേഷിക്കണം, ഈ സഹോദരനെ വിട്ടുതരല്ലാതെ വേറെന്തെങ്കിലും ഒരു വഴി വാപ്പ അന്വേഷിക്കണമെന്ന് അവർക്ക് അറിയാൻ തോന്നിയില്ല. അവർക്ക് തോന്നിയത് എന്ത് മാത്രം? ഫാർസിൽ മാന അഖാന. അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യണം? അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ എത്ര ടെൻഷൻ ഉണ്ടാവും. പിന്നെ ഈ കരണത്തടിക്കണ മറുപടി കാല ഹൽ ആമുനുക്കും അലൈഹി. ഇവിടെ പണ്ഡിതന്മാർ പറയണേ ഈ ഇസ്തിഫാം അത് ലിന്നഫി വൽ ഇൻകാർ, നിരാകരിക്കാനാണ്, നിഷേധിക്കാനാണ്. അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ഞാൻ നിങ്ങളെ വിശ്വസിക്കുകയില്ല. ഇല്ല കമാ അമിൻതും അലാ അഖീഹി, സഹോദരൻ യൂസുഫിൻ്റെ വിഷയത്തിൽ ഞാൻ നിങ്ങളെ വിശ്വസിച്ചതുപോലെയല്ലാതെ. അപ്പം പിന്നെ എന്തിനാണ് ഹൽ എന്ന് പ്രയോഗിച്ചത് ലാ പ്രയോഗിക്കാതെ? അതവിടെ അതിൻ്റെ ആ ശൈലി ഇങ്ങനെ പ്രയോഗിക്കുമ്പോൾ അത് കൂടുതൽ അവിടെ മനസ്സിൽ കുത്തി നിൽക്കാനാണ്. നിരാകരണം പ്രയോഗിക്കേണ്ടടുത്ത് അതേ അർത്ഥത്തിൽ ഇസ്തിഫാം പ്രയോഗിക്കുന്നത് അതിനാണ്, അതവിടെ തറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. മിൻ ഖബിൽ ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റഹീമീൻ. അവിടേക്ക് നമുക്ക് വരാം. ഇവിടെ പിന്നെ ഒരു തത്വം പണ്ഡിതന്മാർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു തിരുമൊഴി ഉദ്ധരിച്ച് പറയാറുണ്ട്. ലാ യുൽദഗുൽ മുഅ്മിന മിൻ ജുഹ്രിൻ വാഹിദിൻ മറത്തൈൻ. എന്താ അതിൻ്റെ അർത്ഥം? 2 പ്രാവശ്യം കൈയ്യടരുതെന്ന? അതെ. ലാ യുൽദഗുൽ മുഅ്മിൻ, ഒരു മുഅ്മിൻ കൊത്ത് ഏൽക്കുകയില്ല. മിൻ ജുഹ്രിൻ വാഹിദിൻ, ഒരു മാളത്തിൽ നിന്ന് മറത്തൈൻ 2 തവണ. സഹിഹായ ഹദീസാണ്. പിന്നെ ചിലർ പറയും അൽ മുഅ്മിനു കയ്യിസുൻ ഫത്തിൻ ലാ യുൽദഗുൽ മുഅ്മിനു മിൻ ജുഹ്രിൻ വാഹിദിൻ മറത്തൈൻ. അവിടെ അൽ മുഅ്മിനു കയ്യിസുൻ ഫത്തിൻ എന്ന് പറഞ്ഞാൽ അൽ മുഅ്മിനു ഒരു വിശ്വാസി കയ്യീസുൻ ഫത്തിനും. എന്താ കയ്യീസ് എന്ന് പറഞ്ഞാൽ? കയ്യീസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിരാക്ഷസൻ, ഫത്തിൻ എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ചയുള്ളവൻ. അങ്ങനെ പറഞ്ഞിട്ട് ഈ ഹദീസ് പറയാറുണ്ട്. പക്ഷെ അങ്ങനെ ഈ ഹദീസിൻ്റെ ഒരു പ്രയോഗം പിന്നെ ശ്രദ്ധയിൽപ്പെട്ടില്ല. പക്ഷേ ലാ യുൽദഗുൽ മുഅ്മിൻ എന്നുള്ളത് ഹദീസ് സഹിയായി വന്ന ഹദീസാണ്. ഇമാം ബുഖാരി മുസ്ലിമിൻ്റെ ഒക്കെ നിവേദനത്തിലുണ്ട്. പക്ഷേ അൽ മുഅ്മിനു കയ്യീസുൻ ഫത്തിൻ എന്നുള്ള പ്രയോഗം പരക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഹദീസിൻ്റെ പ്രയോഗമായിട്ട് അത് ശ്രദ്ധയിൽപ്പെട്ടില്ല. അല്ലാഹു അഅലം. ഒരു വിരുദ്ധൻ അൽ മുഅ്മിനു കയ്യീസുൻ ഫത്തിൻ എന്നുള്ളത് അൽ മുഅ്മിനു കീസു കുത്തിൻ എന്ന് വായിച്ച്. കുത്തിൻ എന്ന് പറഞ്ഞാൽ എന്താ? പരുത്തി. കീസ് എന്ന് പറഞ്ഞാൽ കവറ്. അൽ മുഅ്മിനു കീസു കുത്തിൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് വിവരക്കേട് വായിക്കുന്ന ആളുകളിൽ പെട്ടതാണത്. അൽ മുഅ്മിനു കയ്യീസുൻ ഫത്തിൻ എന്നാണ്. കയ്യീസുൻ ഫത്തിൻ എന്ന് പറഞ്ഞാൽ ദിഷണയുള്ളവൻ, ഉൾക്കാഴ്ചയുള്ളവൻ എന്നർത്ഥത്തിൽ. അല്ല കുല്ലി
ഈ ലാ യുൽദഖുൽ മുഅ്മിനു മിൻ ജുഹ്രിൻ വാഹിദിൻ മറത്തൈനി, ഒരു മാളത്തിൽ നിന്ന് ഒരു വിശ്വാസി 2 തവണ പാമ്പ് കടി ഏൽക്കുന്നവനല്ല എന്നാണ്. അതാണ് ഇവിടെ. യൂസുഫിൻ്റെ വിഷയത്തിലോ പെട്ടു, ബിന്യാമിൻ്റെ വിഷയത്തിൽ പെടുക എന്ന് പറഞ്ഞാൽ ഒരു മാളത്തിൽ നിന്ന് 2 തവണ പാമ്പ് കടി ഏൽക്കലാണ്, കൊത്തേൽക്കലാണ്. അതുണ്ടാവില്ല എന്നുള്ളതാണ് ഇവിടെ എന്ത് ചെയ്യണത്, ഈ ഒരു വരി പഠിപ്പിക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹു തആലാന്റെ ഖിലാഫത്തിൽ യമനിൽ നിന്ന് ഒരാൾ മദീനയിൽ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി അബൂബക്കർ റളിയല്ലാഹു ഖലീഫയായ ഉടനെയാണ് ഈ വ്യക്തി വരുന്നത്. അയാൾ വന്നപ്പോൾ പിന്നെ അദ്ദേഹം താമസിക്കുന്നത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വീട്ടിലാണ്, യമനിൽ നിന്ന് വരികയാണ്. അപ്പോൾ അദ്ദേഹം വിരുന്നുകാരനാണ്. അപ്പോൾ വിരുന്നുകാർ കണ്ട് ഖലീഫൻ്റെ ബാധ്യതയാണ്, അതുകൊണ്ട് പാർപ്പിച്ചതോടെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വീട്ടിലാണ്. ഇന്നത്തെ മാതിരിയല്ല. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ, അതിഥി വന്നിട്ടുണ്ടെങ്കിൽ വിരുന്ന് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അത് അതിഥിൻ്റെ അധികാര അവകാശമാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ വാതിൽ തുറന്നിടത്തോളം പാർപ്പിച്ചോളണം. അതേസമയം ഇന്ന് കാലങ്ങളിൽ അതിൻ്റെ നിർബന്ധാവസ്ഥയല്ല. അന്ന് കാലങ്ങളിൽ സത്രങ്ങളോ അല്ലെങ്കിൽ ഹോട്ടലുകളോ ലോഡ്ജോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 3 ദിവസം അയാളുടെ ദിവസമാണ്. അതാണ് ഇസ്ലാമിൽ ആദ്യത്തെ മര്യാദയാണ് പഠിപ്പിച്ചത്. പക്ഷേ അതല്ല, പിന്നെ പട്ടണമാണ്, പിന്നെ നാഗരികമാണ്, സത്രങ്ങളോ ലോഡ്ജുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ വിഷയമല്ല. കാരണം എന്താ, ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ എവിടെയും അയാൾക്ക് താമസിക്കാനുള്ള സൗകര്യം തരപ്പെടുത്താം. അതേസമയം അന്ന് കാലങ്ങളിൽ അങ്ങനെയല്ല. അന്ന് കാലങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ കതക് മുട്ടിയിട്ട് പറയും മെൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൈഫുൻ, അതിഥി. അപ്പോൾ വീട്ടുകാരൻ പുറത്ത് ഇറങ്ങിയിട്ട് കിടന്നാലും വേണ്ടില്ല, അതിഥിയെ വീട്ടിൽ കിടത്തിക്കൊള്ളണം, സ്വീകരിച്ചോളണം. അത് നിർബന്ധമാണ്. അതിൽ 3 ദിവസം അതിഥിയുടേതാണ്. പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് ചോദിക്കാൻ പാടുള്ളൂ എന്ത് എങ്ങനെയെന്നുള്ള വിഷയങ്ങൾ. വൈഫ് എന്ന് പറഞ്ഞാൽ അതാണ്. ഭയങ്കര സുന്ദരമായ ചരിത്രങ്ങൾ വായിക്കും അതിലൊക്കെ. പിന്നെ അറബികളുടെ ചരിത്രങ്ങൾ അത് നമ്മൾക്കൊന്നും ചിന്തിക്കാൻ കഴിയില്ല അങ്ങനെ ലോകത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള വിഷയം. പക്ഷെ അതൊക്കെ സംഭവിച്ചതും അതിനെ സ്ഥിരപ്പെടുത്തിയും പിന്നെ സ്ഥിരീകരിച്ചൊക്കെ ഇസ്ലാമിക പ്രമാണങ്ങൾ വന്നതുമാണ്. അല്ല കുല്ലീൻ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ യമനിൽ നിന്നൊരു വ്യക്തി വന്ന്, അയാൾ വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വീട്ടിലാണ്. പക്ഷെ അയാളുടെ വലത്തെ കൈയില്ല, വലത് കൈ കൊത്തപ്പെട്ട അവസ്ഥയിലാണ്, മുറിഞ്ഞത്. അപ്പോൾ അയാൾ വരുമ്പോൾ തന്നെ പറയുന്നത് നിങ്ങളുടെ പിന്നെ ആമിൽ ഗവർണർ എന്നോട് ദ്രോഹം ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കൈ കൊത്തപ്പെട്ടത്? ദ്രോഹത്തിന് വിധേയനായിട്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആരുടെ കയ്യാ കൊത്തുക? ഇസ്ലാമിക ശരീഅത്ത് നിലവിലുണ്ടെങ്കിൽ, ശിക്ഷാ കോടതി നിലവിലുണ്ടെങ്കിൽ മോഷണത്തിനുള്ള ശിക്ഷയാണ് കൈകൊത്തൽ. റുബു ദീനാർ അല്ലെങ്കിൽ 3 ദിർഹം മൂല്യമുള്ളൊരു വസ്തു, അത് പട്ടിണിയുടെ നാളിലല്ല, വറുതിയുടെ നാളിലല്ല, പിന്നെ സുഭിക്ഷമായ ആളുകൾ കഴിയുന്ന നാളുകളിൽ ഒരു സുരക്ഷിത സ്ഥാനത്തു നിന്ന് ഒരാൾ കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ, കുത്തി തുറന്നോ സുരക്ഷിതമായൊരു സ്ഥലം പിന്നെ അത് കയ്യേറിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അയാളാണ് ഇസ്ലാമിക ശിക്ഷാ കോടതിയുടെ മുമ്പിൽ മോഷ്ടാവ്. പട്ടിണി പരന്ന കാലത്താണെങ്കിൽ കൈ കൊത്താൻ പാടില്ല, ഒരിക്കലും ശിക്ഷ നടപ്പിലാവും. ഉമർ റളിയല്ലാഹു തആല ഒക്കെ മോഷണത്തിന് വേണ്ടി പിടിച്ചിട്ട് ആളുകൾ കൊണ്ടിട്ടുണ്ടെങ്കിൽ പട്ടിണിയുടെ നാളുകൾ കൈകൊത്തിയിട്ടില്ല. ചോദിക്കും മോഷണ കുറ്റത്തിൽ കൊണ്ടുവന്ന ആളുകളോട്, നീ എന്തിനത് മോഷ്ടിച്ചു? അത് പട്ടിണിയുടെ വിഷയമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ കൊത്തൂല. പിന്നെ സ്വല്ലല്ലാഹു തങ്ങളും അത് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെയധികം ഗൗരിച്ചൊരു വിഷയമാണത്. പിന്നെ വിശപ്പ് കാരണത്താലാണ് ഞാനിത് ചെയ്തത് എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ആക്രമിച്ച വ്യക്തിയെ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ആക്രമിച്ച ആളോട് പിന്നെ അയാൾക്ക് അവകാശങ്ങൾ തിരിച്ചു നൽകാനും അയാളെ പഠിപ്പിക്കാനും ഭക്ഷണം നൽകാനും ഒക്കെ പറയുകയാണ് ചെയ്തത്. ഏതായാലും ഇയാൾ മോഷ്ടിച്ചത് കാരണത്താൽ കൈകൊത്തിയതാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പോൾ ഈ വ്യക്തി ഇന്നത്തെ മാതിരി അന്ന് ഫോൺ വിളിച്ചൊന്നും ചോദിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കമ്പി സന്ദേശങ്ങൾ അയക്കാനൊന്നും പറ്റില്ല. യമനിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ പിന്നെ ഇനി യമനിലേക്ക് പോയിട്ട് ഇയാളിങ്ങനെ മോഷ്ടിച്ചിട്ടാണോ കൊത്തിയത് ഇല്ലേ എന്നുള്ള തിരക്കണിക്ക് എത്ര ദിവസം വേണം? അപ്പോഴത്തേക്ക് ഇത് ദൈഫ് അതിഥിയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ വീട്ടിൽ പ്രാർത്ഥിച്ചു. ഇയാൾ രാത്രി നിസ്കരിക്കും. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, ലൈല സാരിഖിൻ, താങ്കളുടെ രാത്രി ഒരിക്കലും ഒരു മോഷ്ടാവിൻ്റെ രാത്രിയല്ല. കാരണം എന്താ, അയാൾ രാത്രി നിസ്കരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇയാളൊരു മോഷ്ടാവല്ല എന്ന് നിലക്കാണ് വീട്ടിൽ നിർത്തുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് അസ്മാ ബിന്തു ഉമൈസ് റളിയല്ലാഹു തആല അൻഹയുടെ മാല മോഷണം പോണത്. അസ്മാ ബിന്തു ഉമൈസ് ആരാ?
അബൂഖുർലാൻ്റെ ഭാര്യ, നാലാമത്തെ ഭാര്യ. അബൂഖുർലാൻ്റെ ഭാര്യ അസ്മാ റളിയല്ലാഹു തആല അൻഹയുടെ ഒരു സ്വർണ്ണമാല മോഷണം പോയി ആ വീട്ടിൽ നിന്ന്. അത് മോഷണം പോയപ്പോൾ അതൊരു ഇഷ്യൂ ആയി. അപ്പോൾ അത് വീട്ടിൽ തിരയാണ്, പരിസരങ്ങളിൽ തിരയാണ്. തിരയുമ്പോൾ ഈ വ്യക്തിയാണ് മുന്നിൽ തിരയണത്. ഈ കൈയില്ലാത്തോ ഓൻ തിരഞ്ഞിട്ട് പറയണത് അല്ലാഹുമ്മ അലൈക ബിമൻ ബയ്യത അഹ്ല ഹാദൽ ബൈത്തി സാലിഹ് എന്നാണ്. അള്ളാഹുവെ, ഈ നല്ല വീട്ടുകാരെ പറ്റിക്കാൻ, മോഷ്ടിക്കാൻ പണിയെടുത്തവനെ നീ കൈകാര്യം ചെയ്യണേ എന്നാണ്. അല്ലാഹുമ്മ അലൈക ബിമൻ ബയ്യത അഹ്ല ഹാദൽ ബൈത്തി സാലിഹ്. അബൂഖുർലാൻ്റെ വീടല്ലേ, ഈ നല്ല വീട്ടുകാരെ പറ്റിക്കാൻ, മോഷ്ടിക്കാൻ ആരാണോ ഉറക്കളച്ചിരുന്നത് അവനെ നീ കൈകാര്യം ചെയ്യണേ എന്ന് ഇയാൾ ദുആ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അബൂഖുർലാനോടൊപ്പം കുടുംബത്തോടൊപ്പം ഈ മാല തിരയണത് മോഷ്ടിക്കപ്പെട്ടു എന്ന നിലയ്ക്ക്. അങ്ങനെ തെരച്ചിൽ നല്ല സജീവമായി. അങ്ങനെ ഇരിക്കുകയാണ് ഒരു തട്ടാൻ്റെ അടുത്ത് നിന്ന് ഈ മാല കാണുന്നത്. മദീനയിലൊരു തട്ടാൻ, അയാളുടെ അടുത്ത് നിന്ന് ഈ മാല കണ്ടെടുത്ത് കിട്ടിയപ്പോൾ തട്ടാനെ വിചാരണ ചെയ്ത് ഇതെവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി? അപ്പോൾ പറഞ്ഞ് ഇതിങ്ങനെ ഒരാൾ കൊണ്ടുവന്നതാണ്, അയാളുടെ ലക്ഷണം അയാൾക്ക് വലത്തെ കൈയില്ല എന്നുള്ളതാണ്. വലത്തെ കൈയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇയാളെ വീണ്ടും പിടിച്ചിട്ട് അയാളോട് ചോദിച്ചപ്പോൾ അയാൾ സമ്മതിച്ച് ഞാൻ മോഷ്ടിച്ചതാണ് എന്ന് അയാൾ സമ്മതിച്ചു. അപ്പോൾ ഇസ്ലാമിക ശിക്ഷാ കോടതി അന്ന് അബൂഖുർലാൻ്റെ ഖിലാഫത്തിൽ അയാളുടെ അടുത്തേ കൈയും കൊത്താൻ പറഞ്ഞു. മോഷണം കൊടും ചതിയല്ലേ. അപ്പോൾ അയാൾ ആ ശിക്ഷയ്ക്ക് വിധേയനായപ്പോൾ അബൂബക്കർ പറയാണ്, അയാളുടെ മോഷണത്തേക്കാൾ അയാളുടെ ദുആയാണ് എൻ്റെ പിടിച്ചുലക്കിയത്, എൻ്റെ കൽബിൽ ശക്തമായി ഏറ്റത്. ലദഅവതുഹു അശദ്ദു അലാ ഖൽബി മിൻ സരിഖതിഹി ഔ കമാ ഖാൽ. അയാൾ മോഷ്ടിച്ചതല്ല എനിക്ക് ഭയങ്കര ഷോക്കായത്, പിന്നെയോ അയാൾ ആ ദുആ ചെയ്തതാണ് എന്ന് പറയണ്ടേ. ഈ സംഭവം ഉദ്ധരിക്കുന്നത് ഈ ഹദീസിനെ മനസ്സിലാക്കാനാണ്. എങ്ങനെ? ഏതാ ഹദീസ്? ഒരു വിശ്വാസി ഒരു മാളത്തിൽ നിന്ന് 2 തവണ കടിയേൽക്കൂല എന്ന് പറയല്ലേ, അതെങ്ങനെ ഇപ്പം ഇവിടെ എങ്ങനെ അത് ശരിയാക്കി ഈ സംഭവത്തിൽ? ഇയാൾ വന്നപ്പോൾ അബൂബക്കർ എന്ത് ചെയ്ത്? ഇയാളെ വിശ്വസിച്ച് സ്വീകരിച്ച്, മനസ്സിലായില്ലേ? പക്ഷേ അയാളെ അബൂബക്കറിന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചു. അതോട് കൂടിയിട്ട് എന്ത് ചെയ്തു? മനസ്സിലായി ഇയാൾ കള്ളനാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്തു? പിടിക്കപ്പെട്ടു, ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു മോഷണത്തിനാണ് അയാൾക്ക് എന്ത് ചെയ്തത്? അവസരം കിട്ടിയത്. അയാൾ അങ്ങനെ വിടുകയായിരുന്നെങ്കിൽ മാല തെരഞ്ഞു കിട്ടിയില്ല, ഖലാസ്. അങ്ങനെ വിടുകയായിരുന്നെങ്കിൽ ഇനിയും മോഷണം നടക്കുമായിരുന്നു. പക്ഷേ അയാൾ മാല കണ്ടെടുക്കപ്പെട്ടു, അയാൾ പിടികൂടപ്പെട്ടു എന്നുള്ളതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അയാളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. മറ്റൊരു കടിക്ക് അയാളെ ആ വീട്ടിൽ നിർത്താൻ അവസരം ഉണ്ടായില്ല എന്നുള്ളതാണ്. ഏതായാലും അതാണ് ഒരു വിശ്വാസിയെ ഒരു മാളത്തിൽ നിന്ന് 2 തവണ കടിക്കില്ല എന്നതിൻ്റെ ഒരു സാക്ഷിയാണ് വിശുദ്ധ ഖുർആനിൽ ഈ വചനം, ഈ പ്രയോഗം. ഹൽ ആമുനുകും അലൈഹി ഇല്ലാ കമാ അമിൻതുകും അലാ അഖീഹി മിൻ ഖബൽ എന്നുള്ളത്. ഹൽ ആമനുകും തെറ്റാണത്. ഹൽ ആമനുകും അലൈഹി ഇല്ലാ കമാ അമിൻതുകും അലാ അഖീഹി മിൻ ഖബൽ. ആമന എന്നുള്ളതാണ് ക്രി. ഇത്തമന എന്ന അർത്ഥത്തിൽ വിശ്വസിക്കുക എന്നുള്ളത്. ഹൽ ആമനക്കും വിശ്വസിക്കുകയോ എന്നുള്ളതിൽ. മെനു എന്നുള്ളത് പോലെ ആമനു അത് വർത്തമാന ഭാവികാല ക്രിയയാണ്. അഫ്അലു എന്നൊക്കെ പറയും പോലെ ഞാൻ പ്രവർത്തിക്കും എന്ന് പറയുന്നത് പോലെ ആമനു എന്നാണ്. അദ്ഹബു ഞാൻ പോകും, അദ്ഹബു യദ്ഹബു തദ്ഹബു നദ്ഹബു എന്ന് പറയില്ലേ, അതേപോലെ ഇവിടെ ആമനു വിശ്വസിക്കുന്നു അല്ലെങ്കിൽ വിശ്വസിക്കും എന്ന അർത്ഥത്തിൽ ഫിഅ്ൽ മുദാരി. ഹൽ ആമനുകും അലൈഹി, അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ഞാൻ നിങ്ങളെ വിശ്വസിക്കുകയോ അങ്ങനെ വിശ്വസിക്കുന്നില്ല, ഞാൻ നിങ്ങളെ വിശ്വസിക്കുകയില്ല. ഇല്ലാ കമാ അമിൻതുകും അലാ അഖീഹി മിൻ ഖബൽ. മുതകല്ലിമിൻ്റെ സീഗ ഫിഅ്ൽ മുദാരി. തയ്യബ്. ഫല്ലാഹു ഖൈറുൻ ഹാഫിദ വഹുവ അർഹമുർ റാഹിമീൻ. എങ്ങനെ ഇപ്പം ഖിറാഅത്ത് തെറ്റണല്ലേ? ഹൽ ആമനുകും മാ എന്നുള്ളത്
ഫല്ലാഹു ഖൈറുൻ ഹാഫിള. എന്താ ഇവിടെ ഫൗൽ ഫസിയനെ, അതിനാൽ അല്ലാഹു ഖൈറുൻ ഹാഫിള. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറുൻ. എന്താ ഖൈറുൻ എന്ന് പറഞ്ഞാൽ അഖ്യർ, ഏറ്റവും ഉത്തമനാണ്, ഏറ്റവും ഉത്തമനാണ്. ആരായിട്ട്? ഹാഫിളൻ. ഹാഫിൾ എന്ന് പറഞ്ഞാൽ സംരക്ഷകനായി. ഹാഫിളൻ എന്നും ഖിറാഅത്തുണ്ട്, ഹിഫ്ളുൻ എന്ന് ഖിറാഅത്തുണ്ട്. ഹിഫ്ളുൻ എന്ന് ഖിറാഅത്താകുമ്പോൾ ഫല്ലാഹു ഖൈറുൻ ഹിഫ്ള. ഇവിടെ ഫല്ലാഹു ഖൈറുൻ ഹാഫിള എന്നാണ്. അള്ളാഹു ആകുന്ന ഏറ്റവും ഉത്തമൻ. എങ്ങനെ ഉത്തമൻ? ഹാഫിളൻ, സംരക്ഷകനായി. എന്നാൽ ഏറ്റവും നല്ല സംരക്ഷകൻ അള്ളാഹു ആകുന്നു എന്നുള്ള ആശയത്തിൽ. ഹാഫിൾ എന്നുള്ള തമീസ് എന്ന് പറയും വ്യാകരണത്തിൽ. വഹുവ അർഹമുർ റാഹിമീൻ. എന്താ വഹുവ? അവനായിരിക്കെ അർഹമുർ റാഹിമീൻ. എന്താ അർഹമുർ റാഹിമീൻ? റാഹിമീൻ എന്ന് പറഞ്ഞാൽ കരുണ കനിയുന്നവർ, കരുണ തരുന്നവർ. അർഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും കരുണയുള്ളവൻ, കരുണ തരുന്നവൻ. അർഹമുർ റാഹിമീൻ മിമ്മൻ ഫിൽ അർളി വ മിമ്മൻ ഫിസ് സമ. ആകാശങ്ങളിലും ഭൂമിയിലുമൊക്കെ കരുണ തരുന്നവരൊക്കെ പലരും ഉണ്ട്. എന്നാൽ അവരെക്കാളൊക്കെ ഏറ്റവും കരുണ കനിയുന്നവനാണ് ആര്? അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇത് വിശുദ്ധ ഖുർആനിൽ പിന്നെ സൂറത്തുൽ യൂസുഫിൽ 2 തവണ വന്നു. ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റാഹിമീൻ. തയ്യിബ്, അല്ലാഹു ആകുന്ന ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നവൻ, അവൻ കാരുണ്യവാന്മാരിൽ ഏറ്റവും കരുണയുള്ളവനാകുന്നു. അതോടൊപ്പം വാവുൽ ഹാൽ. ഇത് പിന്നെ ഉണ്ടല്ലോ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ പറയുമ്പോൾ അതിന് മനസ്സിലാക്കാം. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് എന്തുണ്ട്? ഒരു ഉദ്ദേശമുണ്ട്. ആരെ വിടാൻ? ബിന്യാമീനെ വിടാൻ. അതുകൊണ്ട് തന്നെ ഇവരുടെ വാക്കിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യണില്ല? വിശ്വസിക്കുന്നില്ല. പിന്നെയോ അള്ളാഹുവിൽ തവക്കുലാക്കാണ്. ഇത് തവക്കുലിൻ്റെ ഏറ്റവും നല്ല വചനാണ്. അള്ളാഹുവിലുള്ള സിഖത്ത്, ഉറപ്പ്. അതായത് അള്ളാഹുവിലുള്ള തവക്കുൽ, അതിൻ്റെ ഏറ്റവും നല്ല വചനാണിത്. അല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റാഹിമീൻ എന്നുള്ളത്. ഇതൊരു വ്യക്തി പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞെങ്കിൽ അയാൾ അള്ളാഹുവിലേക്ക് തവക്കുലാക്കി തൻ്റെ കാര്യം എന്നുള്ളതാണ്. ഇവിടെ അല്ലാഹു ഖൈറുൻ ഹാഫിളൻ എന്ന് പറയുമ്പോൾ ഇതോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്? യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ബിന്യാമീനെ ആരിലേക്ക് ഏൽപ്പിക്കുകയാണ്? അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുകയാണ്. അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുകയാണ്. എന്തിനാണ് അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്നത്? എന്തിനാണ് ഏൽപ്പിക്കുന്നത്? അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിൻ്റെ കാവലുണ്ടാകാൻ വേണ്ടിയിട്ട്. മൻ ഇസ്തൗദ അല്ലാഹ ഷൈഅൻ ഹഫിളഹു എന്നാണ്. മൻ ഇസ്തൗദ അല്ലാഹ ഷൈഅൻ, വല്ലവരും വല്ലതും അള്ളാഹുവിലേക്ക് എന്താ ഇസ്തൗദ എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ ഹഫിളഹു എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ സംരക്ഷിക്കും. അള്ളാഹു അതിനെ കാക്കും, സംരക്ഷിക്കും. അതുകൊണ്ടാണ് പിന്നെ യാത്ര പോകുന്നവരുണ്ടല്ലോ, നിസ്ലാസ്ലമ തങ്ങൾ യാത്ര പോകുന്നവരെ തന്നിലേക്ക് അടുപ്പിച്ച് നിർത്തും. എന്നിട്ട് അസ്തൗദിഉകല്ലാഹ് അല്ലദീ ലാ തളീഉ വദാഇഉ, സൂക്ഷിപ്പ് സ്വത്തുകൾ നഷ്ടപ്പെടാത്ത അള്ളാഹുവിലേക്ക് ഞാൻ നിന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ഒരിക്കൽ ഖസഅ എന്ന് പറയുന്ന വ്യക്തി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇബ്നു ഉമറിനോടൊപ്പം വന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നു ഇബ്നു ഉമറിനോടൊപ്പം. നീണ്ട യാത്ര, 8 ദിവസത്തെ യാത്ര എന്നാണ്. എന്നിട്ട് മദീനയിലെത്തിയതിന് ശേഷം ഇബ്നു ഉമറിൽ നിന്ന് ഖസഅ പോവുകയാണ്, വിട്ടു പോവുകയാണ്. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ ഇസ്തൗദ അല്ലാഹ ഷൈഅൻ ഹഫിളഹു, അള്ളാഹുവിലേക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സൂക്ഷിക്കും, സംരക്ഷിക്കും. അതുകൊണ്ട് തന്നെ അസ്തൗദിഉകല്ലാഹ് അല്ലദീ ലാ തളീഉ വദാഇഉ, സൂക്ഷിപ്പ് സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു പോകാത്ത അള്ളാഹുവിലേക്ക് ഞാനിതാ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞതാണ്. അതേപോലെ ഇമാം മുജാഹിദ് ബിൻ ജബറും അതേപോലെ മറ്റൊരു വ്യക്തിയും, മുജാഹിദ് ബിൻ ജബർ ഒരു വ്യക്തിയും കൂഫയിലേക്ക് പോവാണ്, ഇറാഖിലേക്ക് പോവാണ്. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അവരെ യാത്രയാക്കാൻ വേണ്ടി പോവാണ്. അവരെ 2 പേരെയും തന്നിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് പറയാണ്, ഈ യാത്രയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ, യാത്രയിൽ പാതേയമാകാനോ പണത്തിനോ വേണ്ടി എന്തെങ്കിലും തരാൻ എൻ്റെ അടുത്തൊന്നുമില്ല.
ഞാനൊന്നും ഉടമ്പെടുന്നില്ല, ഒന്നും തരാനില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ യാത്രയാക്കുമ്പോൾ പറയാനുള്ള ഒരു ദുആയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്നിട്ട് പറയണേ, അസ്തൗദിഉല്ലാഹ ദീനകുമ വ അമാനതകുമ വ ഖവാതിമ അമലികുമ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു എന്നാണ്, യാത്രയാക്കിയെന്നാണ്. അവിടെ ഈ അള്ളാഹുവിലേക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിക്കലാണ് എന്ത്, ഈ അസ്തൗദിഉള്ള അള്ളാഹുവിലേക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു ആരാണ്? ഖൈറുൻ ഹാഫിള. അള്ളാഹു ഖൈറുൻ ഹാഫിള, ഏറ്റവും ഉത്തമനായ സംരക്ഷകനും സൂക്ഷിപ്പുകാരനാണ്. അത് നമ്മളൊക്കെ പലപ്പോഴും ഈ ഒരു വിഷയം അത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളുടെ ഇത്തരം ചര്യകൾ. നമ്മളിപ്പോൾ ഒരാളോട് യാത്ര പറഞ്ഞു പോവുകയാണെങ്കിൽ അസ്തൗദിയക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പറയാൻ ഇത്ര എളുപ്പമാണ്. പക്ഷെ അതിൻ്റെ ഒരു ആശയവും അതിൻ്റെ ഒരു ഫലവും എത്രയാണ്. പലരും ഇപ്പോൾ വീട്ടിൽ നിന്നുള്ള വരെ ഇറങ്ങുമ്പോൾ വീട്ടുകാരോട് അസ്തൗദിയക്കുമുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹിനെ ഏൽപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഓരോ ട്രാജഡികൾ, ഓരോ വലിയ വലിയ പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെ പലരുടെ അളവിലും വായിക്കണില്ലേ. പക്ഷെ നമ്മൾ സൂക്ഷിക്കാൻ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഇനി സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരു സുരക്ഷിതത്വം അള്ളാഹ്ക്കാണല്ലോ അറിയാം എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, എവിടെയാണ് സൂക്ഷിക്കേണ്ടത് എന്നുള്ളത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിർവഹിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നും പാഴാക്കൂല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇത്തരം ദുആകൾ ഒരു ഫോണൊക്കെ വിളിച്ച് വെക്കുകയാണെങ്കിൽ തന്നെ നമ്മളെല്ലാം പറഞ്ഞതിന് ശേഷം അസ്തൗദിക്കല്ല എന്ന് പറഞ്ഞാൽ ഫോൺ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിപ്പോൾ നമ്മളുടെ മക്കൾ ഇവിടെ അല്ല, കുടുംബം ഇവിടെ അല്ല, അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടക്കാർ, അതേപോലെ തന്നെ നമ്മൾ ഒരു അസ്തൗദിക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അത് പറയാനൊരു പ്രയാസം. പക്ഷെ അതിൻ്റെ ഒരു നന്മയും അതിൻ്റെ ഒരു ഫലവും എത്രയാണ്. ഏറ്റവും ഉത്തമനായ സൂക്ഷിപ്പുകാരനിലേക്കാണ് നമ്മൾ സൂക്ഷിക്കാനാണ് ഏൽപ്പിക്കുന്നത്. അപ്പം അതാണ് ഇവിടെ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇങ്ങനെ ഏൽപ്പിച്ചപ്പോൾ എന്താ സംഭവിച്ചത് പിന്നീട് അത് നമുക്കിനി ഇവിടെ വരുന്ന വിഷയമാണ്. അതൊക്കെ നമ്മൾ ശീലിക്കേണ്ട ഒരു വിഷയമാണത്. എല്ലാം നമ്മൾ മലയാളത്തിൽ കാച്ചി വിടണം എന്നില്ലല്ലോ. ഇതൊക്കെ ചെറിയതല്ലേ. അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടൊരു ദുആ അസ്തൗദിക്കുമുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീ ഹിഫ്ദില്ലാ, ചെറിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയാക്കുന്ന സമയത്തൊക്കെ ഇത് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി പറയാണ്, യാ റസൂലല്ലാഹ് ഇന്നി ഉരീദു സഫർ ഫസവ്വിദ്നി, റസൂലേ ഞാനൊരു യാത്ര ഉദ്ദേശിക്കുന്നു, അതുകൊണ്ട് സവ്വിദ്നി, എനിക്കെന്തെങ്കിലും പിന്നെന്താ സവ്വദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പാതയം തരാനാണ് പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് സവ്വദക്കല്ലാഹു തഖ്വ, അള്ളാഹു നിനക്ക് യാത്രയിൽ പാതയം തഖ്വ തരട്ടെ, തഖ്വയാക്കട്ടെ എന്ന് പറയണം. അപ്പോൾ അയാൾ പറയുന്നത് സിദ്നി, എനിക്ക് ഇനി ഏറെ വേണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഗഫറ ദംബക്, അള്ളാഹു നിൻ്റെ പാപം പൊറുക്കട്ടെ. അപ്പോൾ വീണ്ടും അദ്ദേഹം പറയുന്നത് സിദ്നി. അപ്പോൾ അദ്ദേഹം പറയുകയാണ് യസ്സറല്ലാഹു ലക്കൽ ഖൈറ ഹൈസുമാ കുൻത്, നീ എവിടെയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഖൈറുകൾ തരപ്പെടുത്തി തരട്ടെ, എളുപ്പമാക്കി തരട്ടെ എന്ന് പറയും. നോക്കി നിങ്ങൾ ചെറിയ പ്രയോഗങ്ങൾ, പക്ഷേ ആ പ്രയോഗങ്ങളുടെ ഒരു ധർമ്മം, അതിനാലുള്ള ഒരു ധന്യത എത്രയായിരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ശരിക്കും ഉണ്ടായിരുന്നു. എന്തൊക്കെ നമ്മൾ പഠിക്കുമ്പോണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ നമ്മൾ തഫ്സീറൊക്കെ വായിക്കുമ്പോൾ കുറേ നല്ല ചരിത്രങ്ങൾ ഇതുപോലെ നമുക്ക് വായിക്കാൻ പറ്റും. അള്ളാഹു ഖൈറുൻ ഹാഫിള. പക്ഷേ അള്ളാഹു ഖൈറുൻ ഹാഫിള എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശരിയാണ്, അള്ളാഹു ഖൈറുൻ ഹാഫിള. നമ്മൾ സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹിൻ്റെ ഒരു ഹിഫ്ള് വായിക്കണില്ലേ, ഫഅമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീനതി വകാന തഹ്തഹു കൻസുൽ ലഹുമാ, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിധി സംരക്ഷിക്കുകയാണ്, ഒരു സൂക്ഷിപ്പ് സ്വത്ത് സംരക്ഷിക്കുകയാണ്. നിധി എന്നതിനേക്കാൾ സൂക്ഷ്മം കെൻസ്, ഒരു സൂക്ഷിപ്പ് സ്വത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുകയാണ്. ആരിൽ നിന്നാണ് സംരക്ഷിക്കുന്നത്? ജ്യേഷ്ഠന്മാരൊന്നല്ല, ആ നാട്ടുകാർ. ഫന്തലക ഹത്താ ഇദാ അതയാ അഹ്ല ഖറിയത്തിൻ, അവർ രണ്ടുപേരും പോയി. ആര് രണ്ടുപേരും? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമയും പോയി. അങ്ങനെ ഫന്തലക ഹത്താ ഇദാ അതയാ അഹ്ല ഖറിയത്തിൻ, അവർ നാട്ടുകാരുടെ അടുക്കലെത്തി.
ആ നാട്ടുകാരൻ്റെ അടുക്കൽ എത്തിയപ്പോൾ ഇസ്തത്താമ എന്നാണ്. ആ നാട്ടുകാരോട് ഇവർ ഭക്ഷണം ചോദിച്ചു. നോക്കണം, 2 നബിമാർ, ഒന്ന് മൂസ കലീമുള്ള, മറ്റേത് ഖദിർ, ഭക്ഷണം ചോദിക്കുകയാണ്. അപ്പോൾ എന്താ ഇസ്തത്താമ ഫഅബൗ അൻ യുദയ്യിഫൂഹുമ, അവർ വിസമ്മതിച്ചു. അൻ യുദയ്യിഫൂഹുമ, ഇവർക്ക് ആതിഥ്യമരുളാൻ. ഏതൊരു കാലഘട്ടത്തിലും ഈ ദൈഫാണ് എന്ന് പറഞ്ഞാൽ താമസം വരെ കൊടുക്കണം, തിന്നാൻ മാത്രമല്ല, പിന്നെയോ ദൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആതിഥ്യം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ നൽകണം. 3 ദിവസം അവകാശമാണ്. ഇവർ ചോദിക്കാതെ അവർ വിളിച്ചു വരുത്തി കൊടുക്കണം. ഇത് 2 നബിമാരാണ്, വിശുദ്ധരാണ്. പക്ഷേ ഇവർ ചോദിച്ചിട്ട് ദയ്യഫുഹുമ, അത്രയും മൂർന്നോർത്ത് ഇപ്പേക്കാത്ത ജാതിയല്ലേ, അത്രയും അറുപിശുക്കന്മാരാണ്, ലുബ്ധന്മാർ. ദയ്യഫുഹുമ ഫവജദ ഫീഹാ ജിദാറൻ യുരീദു അൻ യൻഖദ്ദ ഫഅഖാമഹു. അവിടെയാണ് പൊളിഞ്ഞു വീഴാൻ ഉദ്ദേശിക്കുന്ന ഒരു മതിൽ അവരിരുവരും കാണുന്നത്. ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം നേരെയാക്കി. അപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ലൗ ശിഅ്ത ലത്തഖത്ത അലൈഹി അജ്റ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിന് കൂലി വാങ്ങാമായിരുന്നു. കാരണം എന്താ, ഈ നാട്ടിലുള്ള മതിലാണല്ലോ, പിശുക്കന്മാരുടെ നാടാണ്. പിശുക്കന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പിശുക്കന്മാർ ലോകത്തുണ്ടാവില്ല. അങ്ങനത്തെ ഒരു കൂട്ടരുടെ നാട് മതിലാണ് അവർ ശരിയാക്കിയത്. നോക്കി നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല 2 നബിമാരെ നിയോഗിച്ചിട്ട് ആ മതിൽ ശരിപ്പെടുത്തിയിട്ട് എന്ത് ചെയ്തത്, പിന്നെ അവിടെ കാത്തത്. അത് പിന്നെ ആ പിശുക്കന്മാരായ നാട്ടുകാർക്ക് ഒരു പാഠമാകാൻ, ഇങ്ങനെയാണ് നല്ല മനുഷ്യന്മാർ എന്നുള്ളത് പഠിപ്പിക്കാൻ അള്ളാഹു മതിലുണ്ടാക്കാൻ പറഞ്ഞ് അല്ല. ആ യത്തീം കുട്ടികളോടുള്ള കാരുണ്യത്തല പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്, ആ യത്തീം കുട്ടികൾ അവർ യത്തീമുകളാണ് എന്നതിനാലല്ല മതിൽ നന്നാക്കിയത്. പിന്നെ ആ നാട്ടുകാർക്കൊരു പാഠാകാൻ വേണ്ടിയിട്ടല്ല. പിന്നെ ആ നാട്ടിൽ പൊളിഞ്ഞു വീഴാറായ ഒരു മതിൽ അത് ആളുകളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നേരാക്കിയെന്നല്ല പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വകാന അബൂഹുമ സാലിഹ എന്നാണ്. അവരുടെ വാപ്പ സാലിഹായ ഒരു മനുഷ്യനായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലൻ്റെ ഹിഫ്ള്, ആ കെൻസിന്, സൂക്ഷിപ്പ് സ്വത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല 2 നബിമാരെ നിയോഗിച്ചിട്ട് ഇത്തരം ഒരു നാട്ടിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ആ ഹിഫ്ള് കിട്ടാൻ എന്താ കാരണം വകാന അബൂഹുമ സാലിഹൻ. അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ഹിഫ്ളിന് വേണ്ടി ദുആ ഇരക്കുന്നതോടൊപ്പം ആ ഹിഫ്ള് നോക്കണം. ഈ വാപ്പ മരിച്ചിട്ട് കാലങ്ങളായി, എന്നിട്ട് അതിനിപ്പുറമാണ് എന്ത് ചെയ്യുന്നത്, അയാളുടെ ആ സലാഹിയത്ത് കൊണ്ട് ഈ സ്വത്ത് സംരക്ഷിക്കപ്പെടുന്നത്. ഈ കുട്ടികൾ അവർ പിന്നെ യത്തീമുകളാണ്. ആ യത്തീമുകൾ അവരുടെ പിന്നെ അവർ പ്രായപൂർത്തിയായിട്ട് എന്ത് ചെയ്യണം, പിന്നീട് എന്ത് ചെയ്യണം, അവർക്ക് ആ സ്വത്ത് കിട്ടണം, അവർ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലെത്തുമ്പോൾ. ഫഅറാദ റബ്ബുക അൻ യബ്ലുഗ അശുദ്ധഹുമാ വയസ്തഖ്രിജ കൻസഹുമാ റഹ്മതൻ മിർ റബ്ബിക്. അപ്പോൾ ഇവിടെ നോക്കി അള്ളാഹുവിൻ്റെ ഹിഫ്ള്, അള്ളാഹു ഖൈറുൻ ഹാഫിളനാണ്. അത് നമുക്ക് മനസ്സിലാക്കാം. നോക്കി നിങ്ങൾ, ഖൈറുൻ ഹാഫിളൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഈ മതിൽ സംരക്ഷിച്ചത്. മതിൽ ശരിയാക്കിയിട്ട് ആ കെൻസിനെ സംരക്ഷിച്ചത് 2 നബിമാരെ അയച്ചിട്ട് ഇമ്മാരി നാട്ടുകാരിൽ നിന്ന്. എത്രത്തോളം ഈ യത്തീമുകൾ വലുതായി ധനവിനിയോഗത്തിനുള്ള പ്രാപ്തി കണ്ടെത്തുന്നത് ആ ടൈം വരേക്കും, അവരുടെ കയ്യിൽ അത് സുരക്ഷിതമായി എത്തുന്നത് വരേക്കും. മനസ്സിലായോ? അള്ളാഹു ഖൈറുൻ ഹാഫിളനാണ്. അതുകൊണ്ടാണ് അള്ളാഹിൻ്റെ ഈ ഖൈറുൻ ഹാഫിളൻ ആ ഹിഫ്ള് കിട്ടണമെങ്കിൽ വകാന അബൂഹുമ സാലിഹൻ. നമ്മൾ ശ്രദ്ധിക്കണ്ട. അലാകുല്ലിൻ ഫല്ലാഹു ഖൈറുൻ ഹാഫിള. പിന്നെ വഹുവ അർഹമുർ റാഹിമീൻ. ഇവിടെ വാവുൽ ഹാലാണ്. അർഹമുർ റാഹിമീനാണ് എന്നതോടൊപ്പം ഖൈറുൻ ഹാഫിള എന്നാണ്. മദീനയിലൊരിക്കൽ ഒരു വാപ്പ ഒരു കുട്ടീനായിട്ട് വന്ന്, അങ്ങനെ കുട്ടീനായിട്ട് വന്നപ്പോൾ ആ വാപ്പ ഇങ്ങനെ കുട്ടീനെ നെഞ്ഞോട് ചേർക്കുകയാണ്, വിടുന്നേ അല്ല. യാക്കൂബ് അലൈഹി സ്വലാത്തു യൂസുഫിനെ പിടിച്ച മതി. അതുപോലെ ഞാൻ പറയട്ടെ, അങ്ങനെയല്ല, ഇങ്ങനെ വാപ്പ ഇങ്ങനെ മകനെ ചേർത്ത് പിടിച്ചിട്ടാണ് എപ്പോഴും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ചോദിക്കുകയാണ്, ആ കുട്ടീനോട് നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് റഹ്മത്താണ് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയാണ് എനിക്ക് ഭയങ്കര റഹ്മത്താണ് എന്ന് പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുബന്ധം പറയാണ്, വല്ലാഹി ലല്ലാഹു അർഹമു ബിക മിൻക ബിഹി വഹുവ അർഹമുർ റാഹിമീൻ. അള്ളയാണ് പിന്നെ അങ്ങയോട് ഈ കുട്ടിയുടെ വിഷയത്തിൽ അങ്ങേക്കുള്ളതിനേക്കാൾ വലിയ റഹ്മത്താണ് ആർക്ക്, അള്ളാഹ്ക്ക്. അള്ളാഹു അർഹമുർ റാഹിമീനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ പറഞ്ഞു കേൾപ്പിച്ചു എന്നുള്ളതാണ്. അലാ കുല്ലിൻ വഹുവ അർഹമുർ റാഹിമീൻ. വാനങ്ങളിലുള്ളവർ ഭൂമിയിലുള്ളവർ അവരെക്കാളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹമുർ റാഹിമീനാകുന്നു.
അങ്ങനെയുള്ള അള്ളാഹു ഖൈറുൻ ഹാഫിള, ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നവനാണ് എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹുള്ള വിശ്വാസമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഉറപ്പാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള പ്രതീക്ഷയാണ്, എല്ലാമാണ്. മനസ്സിലായോ? ഇങ്ങനെയാണ് വിശ്വാസികൾ, ഇങ്ങനെയാണ് നബി പുങ്കവന്മാർ. അള്ളാഹുവിൽ നിന്ന് വൃത്തം വിട്ടുള്ളൊരു പരിപാടി അവർക്കുണ്ടായിരുന്നില്ല. അത്രമേൽ അവർ ഉറപ്പിലും ദൃഢവിശ്വാസത്തിലുമായിരുന്നു. പക്ഷെ ഇന്ന് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഉറപ്പും വിശ്വാസമൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വരുന്നില്ല. ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കേട്ട് കേട്ട് ഇങ്ങനെ അള്ളാഹുവിനെ വിശ്വസിക്കേണ്ടതിന് പകരം ഇതേപോലെ അള്ളാഹു അല്ലാത്തവരെയാണ് വിശ്വസിക്കുന്നത്. ഈ വിശേഷണങ്ങളൊക്കെ അള്ളാഹു അല്ലാത്ത ആളുകൾക്കാണ് ചേർത്തി പറയുന്നത്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. ഏതായാലും അതിൽ നമ്മളതിൻ്റെ ചില വിഷയങ്ങളാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ തുടർച്ചയിൽ വലമ്മാ ഫതഹു മതാഅഹും വജദു ബിദാഅതഹും റുദ്ദത് ഇലൈഹിം ഖാലു യാ അബാനാ മാ നബ്ഗി ഹാദിഹി ബിദാഅതുനാ റുദ്ദത് ഇലൈനാ വനമീറു അഹ്ലനാ വനഹ്ഫദു അഖാനാ വനസ്ദാദു കൈല ബഈർ ദാലിക കൈലുൻ യസീർ. വലമ്മാ ഫതഹു, അവർ തുറന്നപ്പോൾ, ഫതഹു എന്ന് പറഞ്ഞാൽ തുറന്നു, അവർ തുറന്നു. ലമ്മ ഫതഹു, അവർ തുറന്നപ്പോൾ. എന്ത് തുറന്നപ്പോൾ? മതാഅഹും, അവരുടെ മതാഇനെ. അവരുടെ മത്താഴ് എന്ന് പറഞ്ഞിട്ടെങ്കിൽ എന്താ മത്താഴ് എന്താ? അവരുടെ ഭക്ഷ്യവിഭവങ്ങളാണ് അവിടെ ഉദ്ദേശം. മത്താഴ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊതുപ്രയോഗമാണത്. ഇവിടെ പിന്നെ അവർ തുറന്നത് എന്താണ്? തുറന്നത് അവരുടെ വ്യാഴുകളാണ്. വ്യാഴുകൾ എന്ന് പറഞ്ഞാൽ സഞ്ചികൾ, തോൽ സഞ്ചികൾ. തോൽ സഞ്ചി തുറന്നാൽ അതിലെന്താണുള്ളത്? മത്താഴാണ്. അവർ തുറന്നത് എന്തിനാണ്? ഈ മത്താഴുള്ള തോൽ സഞ്ചിയാണ്. വലമ്മ ഫതഹു മതാഅഹും, അവരവരുടെ മത്താഴിനെ തുറന്നപ്പോൾ, മത്താഴുള്ള തോൽസഞ്ചി തുറന്നപ്പോൾ, പാത്രങ്ങൾ തുറന്നപ്പോൾ, വജദു, അവർ കണ്ടെത്തി, ബിദാഅതഹും, അവരുടെ ബിദാഅത്തിനെ. അവരുടെ ബിദാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ ബിദാഅ എന്താ? അവരുടെ പിന്നെ ചരക്കുകൾ. എന്താ ചരക്കുകൾ പറഞ്ഞ്? ചെരുപ്പ്, തോല്, ഇതൊക്കെയാണ്. ഇവിടുന്ന് കൊണ്ടുപോയത് ചെരുപ്പുകൾ, തോലുകളൊക്കെയാണ്. കനാനിൽ നിന്ന് അവർ മിസ്രിലേക്ക് കൊണ്ടുപോയത്. എന്നിട്ട് അതിന് പകരമാണ് എന്ത് ചെയ്യുന്നത്? പിന്നെ ഇത് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങണത്. അതിനെന്താ പറഞ്ഞത്? സാധനം കൊടുത്ത് സാധനം വാങ്ങണതിന് ബൈഉൽ മുഖായബ അല്ലേ? ബൈഉൽ മുഖായബ, മുഖായബ എന്നതിന് പറയാം. പൈസ കൊടുത്തിട്ട് വാങ്ങണതല്ല, പൈസ കൊടുത്ത് വാങ്ങണത് മുബായ ബൈഅ. ഇത് മുഖായബ, നമ്മൾ സാധനം കൊടുത്ത് സാധനം വാങ്ങുന്ന രീതി. വജദു ബിദാഅതഹും, അവരവരുടെ ബിദാഅയെ കണ്ടു. ബുദാ അല്ലേ? ബീർ ബുദാ. അവിടെ ബീർ ബുദാ ഇതേപോലെയാണ്. ബിദാഅണത്, മറ്റേത് ബുദാഅത്ത്. ബീർ ബുദാ ഇവിടെ മദീനത്തല്ലേ? മദീനത്ത് ബീർ ബുദാ ഉണ്ട്. നമ്മൾ മദീനത്ത് നിന്ന് ബാബുൽ മലിക് ഫഹദിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഉഹദിലേക്ക് അങ്ങനെ പോകുന്ന, അങ്ങോട്ട് തിരിഞ്ഞാൽ ബാബുൽ മലിക്കിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടത് ഭാഗത്ത്, ആ ഭാഗത്തായിരുന്നു ബീർ ബുദാ. അതിൽ നജസ് കൊണ്ടുപോയിട്ടായിരുന്നു. ഹദീസിൻ്റെ പ്രയോഗങ്ങളിൽ കാണാം, സ്ത്രീകൾ അവരുടെ പിരീഡായിട്ടുണ്ടെങ്കിൽ അവരുടെ പേടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതേപോലെ തന്നെ ചത്തതൊക്കെ കൊണ്ടുപോയിരുന്ന കിണറാണ്. അതിലെ വെള്ളം ഉപയോഗിക്കാമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ച്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ മാ ലാ യുനജ്ജിസുഹു ഷൈഉൻ, വെള്ളത്തെ ഒന്നും നജസ്സാക്കൂല എന്ന് പറഞ്ഞു. ആ വെള്ളത്തെ ഉദ്ദേശിച്ചിട്ട് അതിനെ ഒന്നും നജസ്സാക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വെള്ളം ഈ കിണറ്റിലാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത്. അപ്പം പിന്നെ അതിന് നജസ്സാക്കൂല എന്ന് പറയുമ്പോൾ അതാണ് കുറച്ച് യുക്തിവാദികൾ ഇത് കൊടുത്ത് ഭയങ്കരമായിട്ട് അലക്കണമെന്ന് കാണാം ഈ ഹദീസ് എടുത്ത്. എന്തുകൊണ്ടാണ് വെള്ളം നജസ്സാണില്ല? അതിൽ ചത്ത പട്ടികളെ കൊണ്ടുപോയി ഇടാറുണ്ട്. അതിൽ അതേപോലെ തന്നെ ഈ പിന്നെ ഋതുമതികളുടെ പേടുകൾ കൊണ്ടുപോയി ഇടാറുണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ റസൂലുള്ളാഹിനോട് ചോദിക്കാൻ, അതിത്തെ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ. വിശുദ്ധ മദീനയിൽ അന്ന് വെള്ളം ശുഷ്കമാണ്, വെള്ളം തീരല്ല, പരിമിതമാണ്. അതുകൊണ്ടാണ് പിന്നെ ഈ വെള്ളം ഉപയോഗിക്കുന്ന വിഷയത്തിലുള്ള പല ഹദീസുകളും. ഇപ്പോൾ ഈച്ച വീണ ഹദീസ് ഉണ്ടല്ലോ, ഈച്ച വീണിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞത്? ഈച്ചനെ മുക്കി ഉപയോഗിക്കാൻ പറഞ്ഞില്ലേ? അലാക്കുല്ലിൻ എന്തിനാ പറഞ്ഞത്? മദീനയിൽ പരിമിതമാണ് വെള്ളം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വെള്ളം, ഒരു മസാല ചോദിക്കപ്പെടുന്നത്. റസൂൽ അത് ചിന്തിക്കാനാണ് വേണ്ട. അത് ഈച്ച ഒന്നുകൂടി മുക്കിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഉപയോഗിക്കാം എന്ന അർത്ഥത്തിൽ.
പിന്നെ വെള്ളവുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ബീറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാങ്ങിയത് എന്തുകൊണ്ടാണ്? മദീനയിൽ വെള്ളം പരിമിതമായതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ഈ വെള്ളം ഉപയോഗിക്കാമെന്ന് റസൂലുള്ളാഹിനോട് ചോദിക്കണം. റസൂലുള്ളാഹി പറയുകയാണ് ഇന്നൽ മാ ലാ യുനജ്ജിസുഹു ഷൈഉൻ, അത് ഉപയോഗിക്കാമെന്നാണ്. പക്ഷേ അതെന്ത് എന്നുള്ളത് ഹദീസിൽ വ്യക്തമാണ്. ഹദീസിൻ്റെ മറ്റു ചില പ്രയോഗങ്ങളിൽ ഈ കിണർ സ്ഥിതി ചെയ്യുന്നത് മഴവെള്ളം പാഞ്ഞൊലിക്കുന്ന വഴിയിലാണ്. അതുകൊണ്ട് തന്നെ വലിയ ജലപ്രവാഹം വരുന്ന വഴിയിലാണ് എന്തുള്ളത്? ഈ കിണറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കിണറ്റിലെ വെള്ളം എന്തില്ല, അതിനൊരു സ്ഥായിഭാവമല്ല. കുത്തിയൊലിച്ച് വരുന്ന മഴവെള്ളം ഉണ്ടല്ലോ, അതിന് കൊണ്ടുപോകും. വിശുദ്ധ മദീനൻ്റെ പ്രത്യേകത, മദീനയിലൊക്കെ വിധിയാണ്, വാദികളാണ്. വാദികൾ, വാദി മഹസൂർ, അതേപോലെ തന്നെ വാദി ബുത്ഹാൻ, വാദി റാനൂന, വാദിൽ മുദൈനീബ്, വാദിൽ ഖന, വാദിൽ അഖീഖ്, ഇതൊക്കെ മദീനയിലെ വിധിയാണ്, വാദികളാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മലകൾക്കിടയിൽ വെള്ളം ജലപ്രവാഹം വരുന്ന വഴികളാണ് ഇതൊക്കെ, മനസ്സിലായി? അതിൽ വാദി ബുത്ഹാന്, വാദി മഹസൂർ, വാദി മുദൈനീബ്, വാദി റാനൂന, അതേപോലെ വാദിൽ ഖന, വാദിൽ അഖീഖ്, കുറേ ചരിത്രങ്ങൾ, കുറേ വിഷയങ്ങൾ നമ്മൾ പഠിക്കണ പിന്നെ വാദികളാണ്. ഇങ്ങനെ ഒരു വാദീൻ്റെ വഴിയിലാണ് ആരുള്ളത്? ഈ കിണറുള്ളത്. അതുകൊണ്ട് തന്നെ ജലപ്രവാഹം ശക്തമായിട്ട് വരും. ഇതൊക്കെ ഇതിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? ജലപ്രവാഹം പോകും. അതുകൊണ്ട് തന്നെ ആ വെള്ളം കേടാകുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ആ വെള്ളത്തെ നജസാക്കൂല്ല. കാരണം എന്താ? പ്രവാഹം അതിനെ ശുദ്ധീകരിക്കും എന്നുള്ളത്. പക്ഷേ ഇതൊന്നും വിശദീകരണം നോക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ പശ്ചാത്തലം നോക്കാനൊന്നും ആർക്കും ഒഴിവില്ല. നമ്മളെ ഈ പിന്നെ ബുദ്ധിഹീനന്മാരായ ബുദ്ധി ജീവികൾക്കില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? ഇതൊക്കെ എടുത്ത് കളിയാക്കും. അല്ലാ കുല്ലിൻ അതാണ് ബീർ ബുദാ എന്ന് പറയുന്നത്. ഏതായാലും ഇവിടെ നമ്മൾ പറഞ്ഞത് ഈ ബുദാ ബിദാ എന്നുള്ളതൊക്കെ ഒരേ പ്രയോഗമാണ്. ഇവരുടെ മതാവിൻ്റെ പിന്നെ പാത്രം അത് തുറന്നപ്പോൾ വജദു ബിദാഅത്തും, അവരവരുടെ ബിദാഅത്തിനെ കണ്ടു. റുദ്ദത്ത് ഇലൈഹിം, റുദ്ദത്ത് ഇലൈഹിം അവരിലേക്ക് മടക്കപ്പെട്ടത്. റുദ്ദത്ത് ഇലൈഹിം അവരിലേക്ക് തിരിച്ച് മടക്കപ്പെട്ടത് കണ്ടു. റദ്ദ മടക്കി, റുദ്ദ മടക്കപ്പെട്ടു. റുദ്ദത്ത് ഇലൈഹിം ഈ ബിദാഅത്തുകൾ അവരിലേക്ക് തന്നെ മടക്കപ്പെട്ടതായിട്ട് അവർ കണ്ടു. അപ്പോൾ ഖാലു ഖാലു എന്ന് പറഞ്ഞാൽ ഈ മക്കളുടെ വിഷയം മുഴുവൻ എന്താ? ഇവരുടെ തലച്ചോറിൽ മുഴുവൻ എങ്ങനെ ബിനിയാമീനെ ഇവിടുന്ന് എടുക്കണം, കൊണ്ടുപോകണം എന്നുള്ളതാണ്. മനസ്സിലായ? അവരുടെ വിഷയമൊക്കെ അതാണ്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പോൾ അവർ പറഞ്ഞു യാ അബാന, എന്താ യാ അബാന? ഞങ്ങളുടെ പിതാവേ. യാ അബാന, ഞങ്ങളുടെ പിതാവേ. എൻ്റെ പിതാവേ എന്നുള്ളതിന് എന്താ പറയുക? യാ അബി അല്ലെങ്കിൽ യാ അബത്തി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു യാ അബത്തി ലിമ തഅബുദു പറഞ്ഞ യാ അബത്തി. ഇവിടെ യാ അബാന ഞങ്ങളുടെ പിതാവേ. മാ നബ്ഗി, മാ നബ്ഗി ബഗ യബ്ഗി, തലബ യത്ലബു. ഇവിടെ മാ നബ്ഗി എന്നുള്ളത് ആശ്ചര്യം, അതൊപ്പം ചോദ്യം, നമുക്കിനി എന്തു വേണം എന്നുള്ളതാണ്. മാ നബ്ഗി, നമുക്കിനി എന്തു വേണം. മാ നബ്ഗി, നാം കാക്ഷിക്കുന്നത്, നാം തേടുന്നത് എന്താണ്, നാം ആവശ്യപ്പെടുന്നത് എന്താണ്, അതൊക്കെയാണ് അതിൻ്റെ ഒരു അർത്ഥം, ഉദ്ദേശം പറയാം. ഹാദിഹി ബിദാഅത്തുന റുദ്ദത്ത് ഇലൈന, ഹാദിഹി ബിദാഅത്തുന, ഇതാ നമ്മുടെ ചരക്കുകൾ, നമ്മുടെ തോലുകൾ, നമ്മുടെ ചെരുപ്പുകൾ ഒക്കെ ഇതാ റുദ്ദത്ത് ഇലൈന നമ്മളിലേക്ക് മടക്കപ്പെട്ടിരിക്കുന്നു. റുദ്ദത്ത് ഇലൈന നമ്മളിലേക്ക് മടക്കപ്പെട്ടിരിക്കുന്നു. അപ്പം അവരവരുടെ പിന്നെ ഈ വിഭവങ്ങളൊക്കെ തങ്ങൾക്ക് തന്നെ തിരിച്ചു മടക്കപ്പെട്ടത് കണ്ടപ്പോൾ ഉടൻ അവർ വാപ്പാനോട് പറയാണ് മാ നബ്ഗി, ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഞങ്ങൾ പറഞ്ഞില്ലേ മിസ്റിൽ ചെന്നപ്പോൾ നല്ല സ്വീകരണമായിരുന്നു, നല്ല മനുഷ്യനാണ്, പൂർണ്ണമായി അളന്ന് തരുന്ന ആളാണ്. മാ നബ്ഗി, ഇനി ഇതിൽ പറഞ്ഞ് എന്ത് കാര്യമാണ് വേണ്ടത്? തെളിവ് എന്താ വേണ്ടത്? അതാണ് ഇവിടെ ഈ ചോദ്യത്തിൽ മാ നബ്ഗി. മാ ഇസ്തിഫാമിയാണ്, ഒപ്പം തഅജ്ജുബാണ്. അത്ഭുതം ചോദിപ്പിക്കാനാണ്, ചോദ്യം ഉന്നയിക്കാനാണ്. നമുക്കിനി എന്താണ് വേണ്ടത്? തെളിവായി ഈ മിസ്റിലെ വാക്താവ് നല്ല മനുഷ്യനാണ് എന്ന വിഷയത്തിൽ ഹാദിഹി ബിദാഅത്തുന റുദ്ദത്ത് ഇലൈന. എന്നിട്ട് അവർ പറയാണ് നമീറു അഹ്ലന വനഹ്ഫദു അഖാന വനസ്ദാദു കൈല ബഈർ. നമീറു അഹ്ലന, നമീറു എന്ന് പറഞ്ഞാൽ എന്താ? മീറയിൽ നിന്നാണത്. മീറ
മീറ എന്നാൽ താമുൽ മജ്ലൂബ് എന്നാണ് പറയാം. താമുൽ മജ്ലൂബ് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ കൊണ്ടുവരപ്പെട്ട ഭക്ഷണം. അസാദുൽ മജ്ലൂബ് കൊണ്ടുവരപ്പെട്ട ഭക്ഷണം. ഇവിടെ അത് നമീറു അഹ്ലന എന്നാണ്, നമ്മുടെ കുടുംബത്തിന് നമുക്ക് എന്ത് ചെയ്യാം, താമുൽ മജ്ലൂബ് വാങ്ങിക്കാം, കൊണ്ടുവരാം എന്നാണ്. നമ്മുടെ കുടുംബത്തിന് നമുക്ക് ഭക്ഷണം കൊണ്ടുവരാം, ഞങ്ങൾക്ക് കൊണ്ടുവരാം, ഞങ്ങൾക്ക് കൊണ്ടുവരാം. വനഹ്ഫദു അഖാന വനസ്ദാദു കൈല ബഈർ. വനഹ്ഫദു ഞങ്ങൾ സംരക്ഷിക്കും, അഖാന ഞങ്ങളുടെ സഹോദരനെ ബിന്യാമീനെ ഞങ്ങൾ സംരക്ഷിക്കും. വനസ്ദാദു കൈല ബഈർ. വനസ്ദാദു ഞങ്ങൾ ഏറെ എടുക്കും, ഏറെ കൊണ്ടുവരും. കൈല ബഈർ. കൈല ബഈർ ഒരൊട്ടകത്തിൻ്റെ പിന്നെ കെയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഒട്ടകപ്പുറത്ത് വഹിക്കാവുന്ന ഭക്ഷ്യവസ്തുക്കൾ. കെയിൽ എന്ന് പറഞ്ഞാൽ മക്കീൽ, അളന്ന് വാങ്ങുന്ന ഭക്ഷ്യവസ്തുവിനാണ് കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് മിസ്റിൽ നിന്ന് കൊടുത്തിരുന്നത് എന്താണ്? കെയില ബഈറാണ്, ഒരൊട്ടകത്തിന് ഏറ്റാവുന്ന ഭക്ഷ്യവസ്തുക്കൾ. ഈ ഇതിലൊക്കെ ഓഫർ ഇടുമ്പോൾ കണ്ടിട്ടില്ലേ, 2 അല്ലെങ്കിൽ 3 അതിനാണ് ഓഫർ അറിയില്ലേ. അവിടെ ഈ മിസ്റിൽ നിന്ന് ഒരാൾക്ക് കൊടുത്തിരുന്നത് എത്രയാണ്? കെയില ബഈർ, ഒരൊട്ടകത്തിന് ഏറ്റാവുന്ന കെയിൽ, ഭക്ഷ്യവസ്തു. കെയിൽ തന്നെ അവിടെ ഇതാണ്, അളക്കപ്പെടുന്ന വസ്തു, അത് ഭക്ഷ്യവസ്തുവാണ്. അപ്പം ബിന്യാമീനും കൂടി വരികയാണെങ്കിൽ നസ്ദാദു കൈല ബഈരിൻ, ഒരു വ്യക്തിക്ക് ഒരു കെയിലാണ്, കെയിൽ ബഈറാണ് എങ്കിൽ ബിന്യാമീനും കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു കെയിൽ ബഈർ കൂടി ഏറെ കിട്ടും എന്നാണ് അവർ പറയുന്നത്. ദാലിക കെയിലുൻ യസീർ. ദാലിക ഒരൊട്ടകത്തിൻ്റെ കെയിൽ, ഒട്ടകത്തിന് ഏറ്റാവുന്ന കെയിൽ എന്ന് പറഞ്ഞെങ്കിൽ അത് കെയിലുൻ യസീർ, എന്താ തുച്ഛമായൊരു അളവാണ്, തുച്ഛമായൊരു അളവാണ്. ഇവർ വലിയ കുടുംബമല്ലേ. അപ്പോൾ ആ ഒരു കുടുംബത്തിന് നോക്കുകയാണെങ്കിൽ ഒരൊട്ടൊക്കെ പുറത്ത് വരുന്നത് അവർക്ക് കുറച്ചാണ് എന്നുള്ള അർത്ഥത്തിലാണ് അവർ പറയുന്നത്. ഇവിടെ നോക്കി നിങ്ങൾ ഇവരുടെ ഈ ഒരു പിന്നെ സംസാരത്തിൻ്റെ ശൈലി ഒരു വേപത് പൂണ്ട് പറയും പോലെയാണ്. അവർക്കൊരു ബേജാറുണ്ട് പിന്നെ ബിന്യാമീനെ ചോദിക്കണ വിഷയത്തിൽ, വാപ്പയിൽ നിന്ന് പിടിച്ചു വാങ്ങിയിട്ട് കൊണ്ടുപോകുന്ന വിഷയത്തിൽ. അതുകൊണ്ടാണ് അവരുടേത് ഇങ്ങനെ മുറിഞ്ഞു കണ്ടില്ലേ. യാ അബാന മാനബിഗി ഹാദിഹി ബിദാഅതുന റുദ്ദത് ഇലൈന വനമീറു അഹ്ലന വനഹ്ഫദു അഖാന വനസ്ദാദു കൈല ബഈർ ദാലിക കൈലുൻ യസീർ. മുറിഞ്ഞാണ് ഇവർ ഈ പറയുന്നത്. ആ ശൈലിയിൽ നിന്ന് മനസ്സിലാക്കാൻ അവരുടെ ആ ഉള്ളിലെ തളപ്പ്, ബേജാറ്, അതൊക്കെ എന്തുകൊണ്ടാണ്? ഇന്നലകളിൽ അവരുടെ ആ ചെയ്തിയുടെ ദുരനുഭവമാണ് അവരിങ്ങനെ മനസ്സിൽ ഒരു സംഘർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തഫ്സീറുകളിൽ പ്രത്യേകം ഇതിൻ്റെ ശൈലി, ഈ അറബി ഭാഷയിൽ ഈ ഒരു ശൈലിയെ എടുത്തിട്ട് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വലമ്മ ഫതഹു മതാഅഹും വജദു ബിദാഅതുഹും റുദ്ദത് ഇലൈഹിം ഖാലു യാ അബാനാ മാ നബ്ഗി ഹാദിഹി ബിദാഅതുനാ റുദ്ദത് ഇലൈനാ വനമീറു അഹ്ലനാ വനഹ്ഫദു അഖാനാ വനസ്ദാദു കൈല ബഈർ ദാലിക കൈലുൻ യസീർ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൻ്റെ വിഷയങ്ങളിൽ ചിലത് ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തൊക്കെ ഇതിനായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച ഇതിനെല്ലാം പഠിക്കാം. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു. ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV ലൈറ്റ് ഫോർ ലൈഫ്.